ഞങ്ങളിപ്പോൾ ആകാശപാതയിലാണ്. ആകാശപാത സഞ്ചരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ, തോംസൺ, ഹാരിഷ്, ബാലൻ, ആദർശ് വിത്ത് എസ്രോ. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ സ്കൈ വാക്ക് കാണാൻ വന്നേക്കാണ്. സ്കൈ വാക്കും ശോഭാ സിറ്റിയും. പക്ഷെ നമ്മൾ സ്കൈ വാക്കിലേക്ക് കാണാൻ പോയത്. സ്കൈ വാക്കിൽ പോയപ്പം സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു, ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊതുവേ മടിയന്മാരായതുകൊണ്ട് ലിഫ്റ്റിൽ കയറി മോളിൽ പോയി. മോളിൽ പോയപ്പോഴാണ് ബ്യൂട്ടി. വാട്ട് എ ബ്യൂട്ടി! എന്ത് രസമറിയോ ഇതിനുള്ളിൽ. നല്ല തണുണ്ട്, അത്യാവശ്യം നല്ല തണുണ്ടായിരുന്നു. പിന്നെ അതിന് മുകളിൽ നിന്ന് കാണാൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. എന്താല്ലേ, നമ്മുടെ തൃശ്ശൂരിലെ ശക്തശാലി മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു വൈബാണ്. എസ്പെഷ്യലി നമ്മുടെ പിള്ളേരായിട്ട് വരാം, മീൻസ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് വരാം. ഒരു പ്രത്യേക തരം ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. അതെ, ആദർശ് പറഞ്ഞ പോലെ ഇത് നമ്മുടെ കൂടി പൈസയാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ മാത്രമല്ല, ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന് മേളിൽ കൂടെ അവിടെ സർക്കസ് നടക്കുന്നവരെ കാണാൻ പറ്റും. എന്താല്ലേ, എങ്ങനെയുണ്ട് ആകാശപാത? ഗംഭീരമായിട്ടുണ്ട്. ചൂടുള്ളവർക്ക് വന്ന് ലിഫ്റ്റും ഉണ്ട്, ഇവിടെ സ്റ്റെയർ കേസും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ബാലൻ, തോംസൺ, ഹാരിഷ്. യെസ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് വിക്രയൊക്കെ കാണിച്ച് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ എല്ലാവരും നൈറ്റിൽ വന്ന് ആകാശപാത കാണാൻ ശ്രമിക്കുക. അപ്പം നല്ല സ്പോട്ടാണ്. എല്ലാവരും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കാണാതിരിക്കും നല്ലത്. ഓക്കെ, ബൈ. യെസ്, ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി സെക്കൻഡ് സ്പോട്ടായി ശോഭയിലേക്ക് പോകുന്നു. അതിന് മുന്നേ ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക്. ഈ ഹോട്ടലിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓണാക്കിണ്ടായില്ലേ? 16 മിനിറ്റ് ആയിട്ട് ഗൈസ്. ഇപ്പം ഞങ്ങൾ നീ പറഞ്ഞോളൂ. പ്രതിസന്ധി ഞങ്ങളിപ്പോൾ ക്ഷീണിതരായിട്ട് പ്രശ്നമായിട്ട് കുടിക്കാൻ വന്നേക്കാണ് വിത്ത് 5-6 പേര്. അതായത് പീഡനകേസിലെ പ്രതിയാണോ? പീഡനകേസിലെ പ്രതിയാണോ? ഇവനല്ലേ, ഇപ്പം കാട്ടുപ്രതി. ഇപ്പം മിണ്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മിണ്ടാ കുട്ടി. കണ്ടിട്ട് ക്യൂട്ട് ലുക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്കാണ് പോകുന്നത്. ബൈ. ദൈവത്തിനുണ്ടില്ല നീ അടിയിലേക്ക് മാത്രം പ്രോ മാക്സ് എന്റെ വിജയണ്ണ വേണ്ടി ഞാൻ പാവപ്പെട്ട 2 പഴം കൊടുത്തു. അതിന്നെ തിന്നെ നീ തിന്ന്. അതെ ഞങ്ങളെ തിന്ന് ഇതെല്ലാം കഴിക്കാനാണോ? ഓ, അത്രക്കില്ല. ഗായ്സ്, നമ്മുടെ എസ്രോ അടിക്കുന്നത് അവിടുത്തെ ഒരു സ്റ്റാഫ് കൊടുത്ത മിഠായിയാണ്. അപ്പം ഞങ്ങൾക്കൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ പൈസ തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈം മേടിച്ചിട്ട് ഇതിൽ ഐസ് ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഐസ് ക്യൂബിന് വേണ്ടി. ഗൈസ്, ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അവിടെ 2 പേർക്കാണ് ക്യൂബ് കിട്ടിയത്. ഗൈസ്, ഇവർക്ക് ക്യൂബ് കിട്ടിയില്ല. അപ്പോൾ ഞാനും എസ്രവും തോമസും മാത്രം കുടിച്ചു. ഇവന്മാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ സർപ്രൈസായിട്ട് നമ്മുടെ ജോസഫ് റെഡ്ഡി യെസ്, ഞങ്ങളങ്ങനെ ഷോപ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഷോപ്പിൽ ഞങ്ങൾ ആദ്യമായിട്ടൊന്നല്ല പറഞ്ഞു,
പക്ഷേ വ്ളോഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഞങ്ങളിപ്പോൾ ശോഭയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് SMS വരാതുകൊണ്ട് 5-6 മിനിറ്റായി വന്നിരിക്കുന്നു. ഭയങ്കര പോസ്റ്റാണ് ഗായ്സ്. SMS വരാത്തതുകൊണ്ട് നമ്മുടെ പൈസ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ഒരു പേപ്പറിൽ എഴുതി വന്ന് പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എസ്രോന് കുറച്ച് എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് അടുത്ത സ്പോട്ടിൽ പോയി. ഗൈസ്, ശോഭയിലേക്ക് കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ സ്പോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു കൗതുകം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഗൈസ്, ചെക്കനെ പൈസ കൊടുക്കണ്ട് പറ്റിച്ചേക്കാണ് ഗൈസ്. മുതലെടുക്കാണ് ചെക്കൻ. അടിച്ചോ രണ്ട് ചാട്ടന്മാരോട് നിൽക്കുന്നുണ്ടോ ഗൈസ്. ഈ സ്ഥലം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പിള്ളേർക്ക് മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നാണ് ആദ്യം വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണത്. പക്ഷെ പൈസ ഉണ്ടാവണമെന്ന് മാത്രം. പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് ഗൈസ് പൈസ ഇല്ലാത്തതുകൊണ്ട് ബാലൻ ആട്ടി കൊടുക്കണം. ഇതാട്ടാൻ പറ്റില്ല കേട്ടോ ഗൈസ്. എസ്രോ ഇങ്ങനെ കളിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കൊരു അസൂയ തോന്നും അല്ലേ? നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു അസൂയ തോന്നും. പക്ഷെ നമ്മളതൊക്കെ ഉള്ളിലാണ് വയ്ക്കുക. പക്ഷെ നമ്മുടെ ബാലൻ അങ്ങനെയല്ല. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാലൻ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പഴയ സാധനങ്ങളിൽ മിനിക്കിയിട്ടൊരു സംഭവം കണ്ടു. ഗൈസ്, ലൈമിട്ട് മാസ് കാണിച്ച് 7up മേടിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അത് ശരിക്കും മൗണ്ടൻ ഡ്യൂ ആയിരുന്നു. എനിക്ക് ഏറ്റു പറ്റിയതാണ്. അതിനുശേഷം ഞങ്ങൾ മൗണ്ടൻ ഡ്യൂ കുടിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കാറുണ്ട്. അപ്പം ഗൈസ്, ഞങ്ങൾ ലൈം കുടിക്കാൻ പോയപ്പോൾ തണുത്ത ലൈം കിട്ടിയില്ല. 1 ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ മെസ്സേജ് വന്നില്ല. 2 വീട്ടിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ ഷോപ്പിൽ കൊടുക്കുന്ന മഴ. ഗൈസ്, അങ്ങനെ കുറേ നേരം വെയിറ്റ് നിന്നപ്പോൾ മഴ നിന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ സ്കൂട്ടായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.